37 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ എനിക്ക് ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയും. ബാക്കി എല്ലാവരും നമ്മൾ പോയി. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ കാര്യങ്ങളിൽ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടറുടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ അതോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, ചിലർക്ക് സെറ്റ് ഇടൂല വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ചിത്രാഞ്ജലി നടക്കുമ്പോൾ നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിൽ ആദ്യത്തെ ഒരു സീരിയലുണ്ട്, കൈരളി വിലാസം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടി. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, വേണു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്ടർ അരവിന്ദൻ. അപ്പം അദ്ദേഹം വളരെ സോഫ്റ്റ് അങ്ങനെ സംസാരിക്കുന്നില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, അതുകൊണ്ടായിരിക്കും. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിന്റെ തോളിൽ നിന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ വെച്ചു. ആരായാലും അയ്യോ അമ്മ അപ്പോ അത് പിടിച്ചു മാറ്റുമെന്ന് പറയും. അപ്പോഴും ആരും ആരാ എൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്ക് അതേ അവിടെ കൊണ്ട് ചെട്ടിയായിരുന്ന ഒരാള് കുരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ചെട്ടിയാരെ ആണോ ഒരു കൗതുകം. അപ്പോൾ ഞാൻ ഇനി സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, എന്നെ വിളിച്ചത്. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു. അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം, സീനെ കൊള്ളാണ്. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അവിടുത്തെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റും ഓക്കെ, എൻ്റെ ടിക്കറ്റും ഓക്കെ ഇല്ല. ഞാൻ മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റ്, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി എന്നൊരു റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ടിക്കറ്റ് ഒരു യാത്ര ചെയ്തോട്ടെ. അതുകൊണ്ട് ഓക്കെ ഷൂട്ടിംഗ് നടക്കുന്നത്. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ ഇന്നത്തെ മദ്രാസിൽ അവിടെ നിന്നുപോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്ന് പറഞ്ഞ് എന്നെ CB കൊന്നു കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹനാണ് എൻ്റെ പ്രൊഡക്ഷൻ ചീഫ് മാനേജർ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ടെററായിരുന്നു. പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം. പുള്ളി വന്നു പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയിട്ട് ഇവിടെ മാർക്കറ്റിൽ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് CBയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിന്റെ വായി നമ്മുടെ ഞാൻ പറഞ്ഞ അടുത്തത് സോറി പുള്ളി സ്ഥിരം കാണാൻ സോറി, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ല, അതിലേക്ക് ക്ലോസ് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, ഇത് നന്നായിരുന്നു ലൊക്കേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് CB ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം കൊണ്ട് ഞാൻ ആലോചിച്ചു. ഇപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിന്റെ എക്സ്പ്രഷൻ ജഗദീഷ് നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സെയ്ത്. അത് ഒരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിന്റെ 2ാം ഭാഗം ആയിട്ട് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നും ഇല്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷീൽസ് എല്ലാം ഇവിടെ ബോഡി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴും അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റില്ലെടുക്കാൻ പോയി. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണി എൻ്റെ എങ്ങനെ പരിചയം പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട് പടം. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിൽ നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ ജനറേഷൻകാർ
അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ടവർ മനസ്സിലാക്കി. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ച, ജഗദീഷ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച, ജഗദീഷ് എപ്പോഴും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യമാണ്, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷെ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ പ്ലീസ്. അപ്പോൾ ജഗദീഷ് അടുത്ത് പറയും അതൊക്കെ നിങ്ങളുടെ രാജു ഞാൻ ചെയ്യാം, പക്ഷെ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ളതിനും പറയരുത്, അത് ഞാൻ പറയില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ അവസരം ലഭിക്കുന്നത്. താങ്ക് യു.